ആയിട്ടല്ല, ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചിട്ടുണ്ട് ആളുകൾ. എന്നിട്ട് ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് എതിരെ വോട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നല്ലാതെ നന്ദികേടെല്ലാം നല്ല അനുകൂലമാണോ? ക്ഷേമപ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവരുടെ ഒരു പാർട്ടിയുടെ ഏർപ്പാടാണ്. അവർക്ക് വോട്ട് ചെയ്ത ആളുകൾ വിഡ്ഢികളാ. കാരണം എന്നാ, ഇല്ലതേ 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തില്ലേ, ആനുകൂല്യം കൊടുത്തില്ലേ, സ്ത്രീകൾക്ക് സഹായം നൽകിയില്ലേ, മലയോര പ്രദേശത്തെ കൃഷിക്കാർക്ക് പട്ടയം കൊടുത്തില്ലേ? അറിയാം, ആയിരക്കണക്കിന് കോടിയുടെ നിർമ്മാണ പ്രവർത്തനം ഈ ജില്ലയിൽ മാത്രം നടന്നിട്ടുണ്ട്. എൻ്റെ മണ്ഡലത്തിൽ പോലും ഉണ്ടല്ലോ ആയിരക്കണക്കിന് കോടിയുടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ വോട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ എൽഡിഎഫിന്റെ പരാജയം അനർഹമായ ഒരു പരാജയമാണെന്നാണ് എം സ്വരാജ് പ്രതികരിച്ചത്. ഭരണത്തിൽ സമഗ്രമായ മുന്നേറ്റമുണ്ടായിട്ടും പരാജയപ്പെട്ടത് അനർഹമായ പരാജയമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു. നാടിന്റെ പ്രശ്നങ്ങളോ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളോ കേരളത്തിന്റെ ഭാവിയോ പരിഗണനാ വിഷയമാക്കി വോട്ടർമാർ കണക്കാക്കിയില്ലെന്ന് സ്വരാജ്.